പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില്ലാതെ നമുക്ക് യേശുവിനു വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ശിംശോന്റെ അമ്മായിയപ്പൻ വളരെ ഭയാനകമായ ഒരു കാര്യം ചെയ്തു. അവൻ ശിംശോന്റെ ഭാര്യയെ, തന്റെ മകളെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു. അവൻ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. ശിംശോൻ 300 കുറുക്കന്മാരെ പിടിച്ചു, വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചു. വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി, തുടർന്ന് ഫെലിസ്ത്യരുടെ വിളഞ്ഞ വയലുകളിലേക്ക് അയച്ചു. ലൂക്കോസ് 12:49 യേശു പറയുന്നു, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതും ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്തു ഇച്ഛിക്കേണ്ടു. യേശു എന്താണ് ചെയ്തത്? അവൻ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരെ 2 തരം തിരിച്ചു പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവർക്ക് നൽകി. രോഗികളെ സുഖപ്പെടുത്താനും, പിശാചുക്കളെ പുറത്താക്കാനും, സുവിശേഷം പ്രസംഗിക്കാനും, മരിച്ചവരെ ഉയിർപ്പിക്കാനും സാത്താന്റെ വിളഞ്ഞ വയലുകളിലേക്ക് അയച്ചു. കുറുക്കന്മാരെ ഒന്നിച്ചു ചേർത്തിട്ടും വാലിൽ പന്തം വയ്ക്കാൻ മറന്നുപോയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില്ലാതെ നമുക്ക് യേശുവിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നു. അവന്റെ അഗ്നിയില്ലാതെ ഒരു വ്യക്തി ആത്മീയമായി മരിച്ചവനായി തുടരുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് പാപത്തെ മറികടക്കാൻ ശക്തി നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില്ലാതെ ഭയവും സംശയവും കീഴടക്കുന്നു. സുവിശേഷം പങ്കിടുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുന്നു. അവനില്ലാതെ ഒരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തി ദൈവത്തിന്റെ സത്യത്തിനു പകരം തെറ്റായ പഠിപ്പിക്കലുകളും ലൗകിക ജ്ഞാനവും പിന്തുടരുന്നു. എന്നാൽ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു.